കൊല്ലി കൊടുക്കണം പനോ ഇതൊന്ന് കുടിച്ചോ കേട്ടാ. കുടിച്ചോ എത്ര ഉണ്ടോ? അവിടെ റെഡിയാ, അവിടെ റെഡിയാ. എന്നാ ഞാൻ പോവാം. നടക്കണം. അച്ചട പാകൊള്ളാല്ല. ഒന്നും കൂടി അവിടുത്തെ റെഡിയാക്ക്. റെഡിയാ? എന്നാ ഞാൻ നോക്കട്ടെ. അപ്പൊ വിട്ടിച്ച് അത് പിടിയേ. ഇവിടെ റെഡിയാക്ക്. റെഡിയല്ല പോയോ? ഇനിയും പറ്റിച്ച് അയ്യാ ഇവിടെ റെഡിയാക്ക്. നല്ല അളവെടുക്കാൻ പറ്റുള്ളൂ. ഇത് ഇത്രയുണ്ട് നോക്കിയിട്ടാണോ അതിൻ്റെ നടു മുറിച്ചാനാണ് കേട്ടാ. റെഡിയാ? അവിടെ ഒപ്പനാണ്. റെഡിയാ? എന്നാ ഞാൻ പോയോ. ഞാൻ ഇതൊന്ന് ഇനി ഇവിടെ ഒന്ന് ശരിക്കൊന്ന് അമ്മത്തിനെ കുടിച്ചാൽ ഇങ്ങോട്ട് പോകാൻ്റെ കേട്ടാ. ഇപ്പൊ 2 വട്ടം 3 വട്ടമായിട്ട് പോയിരുന്നു. ഇനി ഇടന്നോ? ഇങ്ങനെ പോയോട്ടെ കേട്ടാ. ഞാൻ അളവ് നിൽക്കട്ടെ. അപ്പോഴാണ് ഇപ്പൊ ശരിയായത്. 90 ഉണ്ട്. 290 ഉണ്ട് കേട്ടാ. 290 ഉണ്ട്. 290 ഇനി ഇവിടെ ഇനി അയച്ചെന്ന് കുടിച്ചാ എന്തായിട്ട് ഇത്ര ധൃതി? 1:45 ഇരിക്കട്ടെ കേട്ടാ. 290 1 40 കുറച്ച് നാല് കയറ്റി കുടിച്ചാൽ ഞാൻ പകുതി അപ്പം റെഡി. ഇതിൽ മുറിച്ചണം. 40 മുറിച്ചണം കേട്ടാ. ഇത് നമ്മളെ പേരക്കുട്ടിനെ കൂട്ടിയിട്ട് അളന്ന് നോക്കിയത്. അപ്പോൾ ഞാൻ ടാപ്പ് ഇവിടെ പിടിച്ചാൽ മാറി ഓളം അവിടെ നിന്നാണ് എൻ്റെ കൈത്താലെ പോരും. നമ്മളെ ഇത് പൊളിച്ചിക്കാണ്ട് ഇതിൻ്റെ കാല് കൊടുക്കണം. നമ്മളെ റേഗം ഫ്രൂട്ട്സിൻ്റെ വള്ളികളൊക്കെ പടർന്നിട്ടേ ഒക്കെ പുതിയ ശിഖരങ്ങൾ വന്നതാ. പുതിയ വള്ളി എൻ്റെ തണ്ടുകൾ പൊടിച്ച് വരികയാണ്. അപ്പോൾ പൊടിച്ച് വരുന്ന വേഗം ഒരു എന്തെങ്കിലുമൊക്കെ തൽക്കാലം ഇപ്പോൾ ഒരു വടിമ വെച്ച് കെട്ടിക്കൊടുക്കാനുള്ള പരിപാടിയാണ്. കേടുന്നാണ് അവിടെ കേടുന്നാണ്. അപ്പോൾ പനിമോളാണ് ടാപ്പ് പിടിച്ചിരുന്നത്. കണിച്ചാൽ പനിമോളെ വാ. അപ്പോൾ ഇത് നമുക്ക് എന്തിനാ ഇതിന് കാല് കൊടുക്കണം അല്ലേ? ഞങ്ങൾക്ക് ഡ്രാഗൺ ഫ്രൂട്ട് അടിക്കാന്ന് കുരങ്ങൊക്കെ വന്ന് കേടെടുത്തുണ്ട്. മൊച്ചകളെ ശല്യങ്ങളുണ്ട്. അപ്പോൾ അത് നമ്മളെ നല്ല കായ്ഫലം നല്ല കിട്ടുന്ന ഐറ്റം ഡ്രാഗൺ ഫ്രൂട്ട്സിൻ്റെ ഒരു കമ്പാണ്. അപ്പോൾ അതിന് കൊള്ളിയുത്തി കൊടുക്കണം. ഹലോ ഗെയ്സ്, അപ്പോൾ നമ്മളെ സുഹൃത്തുക്കൾ നമ്മളെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈകളൊക്കെ വള്ളി പടക്കൽ തുടങ്ങിയിരിക്കണേ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കമ്പ് കുത്തി കൊടുത്തില്ലെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ഞു പോകും. അപ്പോൾ അതിൻ്റെ ശരിക്കുള്ള ഗ്രോത്തിങ് മാറും. പിന്നെ നമ്മൾക്ക് ശേഷിയില്ലാത്ത തലകളായിട്ടാണ് പിന്നെ മാറുക. അപ്പോൾ അത് നല്ല ആ ഫസ്റ്റ് പൊടിച്ച ആ കമ്പുകളെ നേരിട്ട് കയറ്റി കൊടുക്കണം. അപ്പോൾ അതിനൊരു പടിമൽ നടകളാണ്, കുറേ പെട്ടെന്ന് നടകളാണ്. അപ്പോൾ ഇതിങ്ങനെ കുത്തി കൊടുത്തിട്ടേ പനര അലക് പൊളിച്ചുണ്ടാക്കി. പനര അലക് പൊളിച്ചിട്ടേ തൽക്കാലം ഇതാണ്ട് ചെയ്തു കൊടുക്കുക. കുറേ പേരൊക്കെ ജോലി ഇപ്പോൾ ഫസ്റ്റ് കുത്താത്തതുകൊണ്ട് കുറേ പേര് അച്ചു പോകും. അങ്ങനെ കുഴപ്പമില്ല. ഇനി എന്തായിപ്പോ അലക് കൊടുത്തിട്ട് അലകുമ്മലേ കെട്ടി കയറ്റിയ നല്ല ഉഷാറായിട്ട് കയറി കയറ്റി പോന്നു. വലുതായതിനൊക്കെ കെട്ടി കൊടുക്കുക. ആർക്കെങ്കിലുമൊക്കെ ഇവിടെ കൊണ്ടുപോകണമെങ്കിൽ കൊള്ളിയൊക്കെ എടുക്കേണ്ടി വരും, കമ്പ് എടുക്കേണ്ടി വരും. നമുക്കങ്ങനെ കുറേ ഇവിടെ നടാനുണ്ട്. നടന്നുള്ള അഭിപ്രായമുണ്ട്. അങ്ങനെ പറപ്പിൻ്റെ മുകളിൽ തന്നെ സ്ഥലമുണ്ട്. ഡ്രാഗൺ ഫ്രൂട്ട്സിന് ഇങ്ങനെ കമ്പ് കുത്താഞ്ഞാലേ കമ്പ് കുത്തലാവും.
ഇതിൻ്റെ ഒരു പകുതിയൊക്കെ കയറുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, പകുതിയൊക്കെ കയറി വരുന്ന സമയത്ത് ഏകദേശം മുകളിൽ എത്തുന്നതിന് മുന്നായിട്ട് നമുക്ക് വേറെ മറ്റൊരു ഒരു സ്പോട്ടിലേക്ക് മാറ്റാം. അപ്പോൾ അതൊരു കാലിന് ശരിക്ക് സിമൻറ്റിൻ്റെ കാലിന് കൊടുക്കുകയാണെങ്കിൽ ഒന്ന് കൊടുത്താലും ഒന്ന് വേണമെങ്കിലും കൊടുക്കുക. കൂടുതൽ കമ്പുകൾ നിറയണമെന്നുണ്ടെങ്കിൽ 2 കീസ കൊടുക്കേണ്ടി വരും. ഒന്നിലൊരു കീസയിൽ 2 പീസായിട്ടാണ് വെച്ചിട്ടുള്ളത്. ഇപ്പം എല്ലാം പൊടിച്ചിട്ടുണ്ട്. ആ പൊടിച്ചത് നമുക്ക് എന്ത് ചെയ്യണം, ഇതിമ്മ കൂടി കെട്ടിക്കയറ്റണം. ഈ 2 കമ്പ് ഇതിമ്മ കൂടി കെട്ടിക്കയറ്റി മുകളിൽ മറിയുന്ന സമയമാകുമ്പോൾ നമുക്ക് മറ്റുള്ള സിമൻറ്റിൻ്റെ പോസ്റ്റിലേക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പൈപ്പിലേക്കോ ഒക്കെ മാറ്റി നല്ല വളമൊക്കെ കൂട്ടി കൊടുക്കുക. ഇതിൽ നിന്ന് തന്നെ കഴിക്കും, ഇതിവിടെ നിന്ന് തന്നെ കഴിക്കും. പക്ഷെ വളമിടാനുള്ള സൗകര്യങ്ങളില്ല. എന്നാലും വളമ കലക്കി ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നനക്കുന്ന സമയത്ത് ഒരാഴ്ചയിൽ 2 പ്രാവശ്യമൊക്കെ ആയിട്ട് നനക്കണം. അപ്പോൾ നനക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, കുറേശ്ശെ വളമ കൂട്ടി കൊടുക്കാം. അങ്ങനെ ഒരു പരിപാടിയാണ്. ഏറ്റവും നല്ല ടേസ്റ്റുള്ള ഡ്രാഗൺ ഫ്രൂട്ട്സാണിത്. ആളുകളൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. ഇപ്പം അതിൻ്റെ ബാക്കിയുള്ളത് കുത്തിയിട്ടേ അതെൻ്റെ പാനുമോളാണ് കേട്ടോ. നമ്മൾ നേരത്തെ ഇതിനെ അളക്കാൻ വന്നിക്കാണ്ടേ ആകെ ചീപ്പാക്കിക്കണം. അതിനോളം എങ്ങനെയുണ്ട് സാറല്ലേ നോക്കേ, ഡ്രാഗൺ ഫ്രൂട്ട്സ് സാറേ നല്ല രസമുള്ളതാണല്ലേ. ഞങ്ങളിങ്ങനെ ഉണ്ടാക്കി നോക്കട്ടെ. ഞങ്ങൾ കെട്ടിക്കയറ്റിയിട്ടേ ഇനി വേണം, കമ്പ് കുറേ വേണം. എല്ലാവർക്കും ടാറ്റ കൊടുത്താൽ ടാറ്റാ. എല്ലാവരും ഇതുപോലെ കൃഷികളൊക്കെ ചെയ്യാൻ പറയും. നല്ല രസമുണ്ട് അറിയാം അമ്മ. ഇത് കണ്ടേ കമ്പുകൾ പുതിയ ശിഖരങ്ങൾ വരുന്നത് ഇതിലോട്ട് കെട്ടി കൊടുക്കണം, അല്ലെങ്കിൽ എവിടേക്കെങ്കിലുമൊക്കെ പോകും. അപ്പോൾ അതുകൊണ്ട് കുറേ വലിപ്പം കൂടി 1.5 അടിയോളം നിങ്ങളെ കയറി. അപ്പം ഇങ്ങനെ ഒരു കെട്ടി കൊടുത്താൽ എന്താ കയറോ, അവിടുത്തെ കയറഞ്ഞ് വേണ്ട, നമ്മളിതൊന്നാണ് കെട്ടി കൊടുക്കുക. അപ്പോൾ ഇത് വലിയ ഉഷാറായിട്ട് വരും കേട്ടോ. ഉഷാറായിട്ട് എന്താ വാനു, നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ട് അടക്കണ്ടേ, നമ്മളെ സിറ്റ് ഔട്ടിന്റെ മുകളിൽ ഉണ്ടാക്കണം. ടെറസിന്റെ മുകളിലൊക്കെ ആണെങ്കിൽ ആൾക്കാരുണ്ടാക്കി വെള്ളമല്ല ഫോണിൽ വെള്ളമാവും. ഇപ്പോൾ ശരിയായില്ല, കെട്ടുമൂടി കെട്ടാണ്. ഇവിടെ കയറെടുത്തത് ഞാൻ നീ പോ. അപ്പോൾ കണ്ടില്ലേ, ഇതിങ്ങനെ കെട്ടി വെച്ചാൽ ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും പോകില്ല. ഈ ഹൈറ്റ് വരെ നമുക്ക് കെട്ടിക്കൊണ്ടുവരാം. ഈ ഹൈറ്റ് വരെ കെട്ടിക്കൊടുന്നാൽ കുറച്ച് സൂര്യപ്രകാശമൊക്കെ തട്ടും, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെച്ചാൽ മതി. അപ്പോൾ മിഞ്ഞിൻ്റെ മറ്റുള്ള പോസ്റ്റിലേക്കൊക്കെ സിമൻറ്റിൻ്റെ കാലിലേക്കൊക്കെ മാറ്റാം. അപ്പോൾ എല്ലാം പൊടിച്ചിട്ടുണ്ട്, ചിലതൊക്കെ പൊടിച്ച് വരുന്നുള്ളൂ. ഇപ്പോൾ ഈ മഴയാണ്, മഴ ഓവറായി കഴിഞ്ഞാൽ ചിലപ്പോൾ 2 എണ്ണമൊക്കെ ആയി തരുന്നുണ്ട്. എന്താണ് 2 എണ്ണമൊക്കെ ആയി തരുന്നുണ്ട്. അത് ഒന്ന് നമ്മൾ ഇപ്പം തന്നെ ഒഴിവാക്കുക. അപ്പോൾ 2 എണ്ണം വേണ്ട, ഓരോന്ന് കയറിയട്ടെ. അങ്ങനെയൊക്കെ 2 എണ്ണം നോക്കും വേണം, അല്ലെങ്കിലേ നടക്കൂല. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ചൊക്കെ പൊടിക്കേണ്ടതിന് മുന്നേ തന്നെ കൊണ്ടുപോയി. ഇനിയിപ്പോൾ ഇത് കുറച്ചൊക്കെ നമുക്ക് വെക്കാണ്ട് 10 എണ്ണം പോരൊക്കെ നമുക്ക് വെക്കണം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചുമ്പോൾ അവൻ കൊടുക്കുക, അല്ലെങ്കിൽ നമുക്ക് തന്നെ വെക്കാം. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ കമ്പുള്ളവരാണെങ്കിൽ നമ്മളെ നമ്പറിലൊന്ന് വിളിക്കുക, വേണമെങ്കിലും കൊണ്ടുപോവുക. ഇതുപോലെ റമ്മുകളിലൊക്കെ ആക്കിയിട്ട്, അതുപോലൊക്കെ റമ്മിൽ 4 ഇതുപോലെയുള്ള റമ്മാണെങ്കിൽ ഇതുപോലെ ഒരു പൈപ്പും കാലൊക്കെ കൊടുത്തിട്ട് എന്ത് ചെയ്യുക, ഈ 2 കീസ് അങ്ങോട്ട് വെച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ 4 പീസ് ഒരുപോലെ കാലുമ്പിൽ കയറിപ്പോവും. അപ്പോൾ 4 ഭാഗത്തേക്കും മറിച്ച് കഴിഞ്ഞാൽ ടയറൊക്കെ ഇട്ട് ടയറോ കമ്പിയോ കൊടുത്തു കഴിഞ്ഞാൽ മറിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ഇതുപോലെ കൊണ്ടുവരാം. അപ്പോൾ വീഡിയോയുടെ അതിൻ്റെ പെയ്യാണ്. മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരു ലൈക്കൊക്കെ അടിക്കുക അല്ലേ, ഒരു ലൈക്ക് അടിക്കാൻ വേണം. എൻ്റെ തൊള്ളിയിൽ വായിലെന്ന മുട്ടായിയോ, അയ്യോ നല്ല മുട്ടായി കഴിക്കുന്നുണ്ട്. എന്നാൽ ഓക്കെ. അപ്പോൾ എല്ലാവർക്കും നല്ല മുഹമ്മദ് സ്വാഗതമാട്.